Audio Jungle. ഹലോ ഗായ്സ്, വൺസ് അഗൈൻ വെൽക്കം ടു ടെക് ഗെയിംസ്. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് OBS വെച്ചിട്ട് എങ്ങനെ സ്ട്രീം ചെയ്യാമെന്നാണ്. അപ്പോൾ ഇത് അത്ര എല്ലാവർക്കും അറിയാം, എന്നാലും അറിയാത്ത കുറച്ച് ആൾക്കാരുണ്ട്, അവർക്കും കൂടി ഒന്ന് അറിഞ്ഞോട്ട് വിചാരിച്ച്. അപ്പോൾ തീരെ അറിയാത്തവർക്കായിരിക്കും ശരിക്കും ഒന്ന് മനസ്സിലാവും. അപ്പോൾ ഞാൻ നല്ല മനസ്സിലാകുന്ന രീതിക്ക് പറഞ്ഞു തരാൻ ശ്രമിക്കാം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ വേണ്ട സോഫ്റ്റ്വെയർ ഏതൊക്കെയാണ് ഞാൻ പറയാം. OBS. അപ്പോൾ OBS ഞാൻ ഡൗൺലോഡ് ലിങ്ക് തരാം, ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. പിന്നെ വേണ്ടത്, ഇപ്പോൾ നിങ്ങൾ സ്ട്രീമിങ് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് എന്തെല്ലാം: ഇൻട്രോ, ഔട്ട്രോ, പിന്നെ നിങ്ങൾക്ക് ഓവർലേ, പിന്നെ നിങ്ങൾക്ക് സബ്സ്ക്രൈബിൻ്റെ ആ ഒരു ഗ്രീൻ സ്ക്രീൻ എഫക്റ്റ്, അങ്ങനെ കുറേ സംഭവങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കുറേ ആഡ് ചെയ്യാം. നിങ്ങളെ ലോഗോ അങ്ങനത്തെയൊക്കെ. പിന്നെ പറഞ്ഞില്ല, പിന്നെ നിങ്ങൾ യൂട്യൂബിൻ്റെ സ്ട്രീം കീ അതും കൂടി ഞാനൊന്ന് കാണിച്ചു തരാം. അതിപ്പോൾ OBS. അപ്പോൾ നമുക്ക് തുടക്കത്തിൽ ആദ്യം എല്ലാം പോയി നോക്കാം. OBS പോവാം. സാധാരണ എല്ലാ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ തന്നെയാണ് OBS ഇൻസ്റ്റാൾ ചെയ്യട്ടോ, വലിയ പണിയൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ ഞാൻ വെറുതെ ഒന്ന് നിങ്ങൾക്ക് ആഡ് ചെയ്ത് വെച്ചതാട്ടോ, അറ്റ്ലീസ്റ്റ് ഒരു സീൻ. അപ്പോൾ ഈ സീന് റീനെയിം കൊടുക്കാം. ഇപ്പോൾ നമുക്ക് സീൻ 1 കൊടുക്കാം. അപ്പോൾ സീൻ 1 എൻ്റർ. മീഡിയ സോഴ്സ് ഇപ്പോൾ ഞാൻ ഡിലീറ്റ് ചെയ്യാം. ഇവിടെ നിങ്ങളെ ലോഗോ കൊടുക്കണം. ആദ്യത്തെ സീനിൽ നിങ്ങളെ ഇൻട്രോ ആയിരിക്കും. അപ്പോൾ നിങ്ങളെ ലോഗോൻ്റെ ഇൻട്രോ, അപ്പോൾ അത് കൊടുക്കുക. അപ്പോൾ കൊടുക്കണമെങ്കിൽ ഇതിലിപ്പോൾ വേറെ കാര്യം കൂടി, ഇതിപ്പോൾ ഓട്ടോമാറ്റിക്കായി നിങ്ങൾ OBS തുറന്നാൽ ഇതാ തുറന്നു വരും. അപ്പോൾ ഇത് ഇവിടെ ഉണ്ടാവും, ഈ സീൻ 1. അപ്പോൾ ഇത് സീനും ഇത് ആ സീനിൻ്റെ ഉള്ളിൽ വരുന്ന സബ് സീൻസും. സബ് സീൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓവർലേ, പിന്നെ സബ്സ്ക്രൈബ്, നിങ്ങളെ ഗെയിം പ്ലേ, അതൊക്കെ വിടാം. അപ്പോൾ ഇത് സീൻ 1 ഇൻട്രോ മാത്രം മതി. അപ്പോൾ അതുകൊണ്ട് അത് മാത്രം മതി. പിന്നെ അപ്പോൾ നിങ്ങൾക്ക് ഒരു സീനിൽ നിന്ന് രണ്ടാമത്തെ സീനിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ എന്താ പറയുക, ട്രാൻസിഷൻ ഉണ്ട്. അപ്പോൾ ആ സീനിലേക്ക് മാറാൻ വേണ്ടിയിട്ട്, ഇൻട്രോ കഴിഞ്ഞാൽ ആ സീനിലേക്ക് മാറാൻ വേണ്ടിയിട്ട്, അപ്പോൾ നിങ്ങൾക്ക് സ്ട്രീം ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് എന്താ പറയുക, മൗസൊക്കെ എടുത്ത് മാറ്റാൻ ഭയങ്കര വിഷമമായിരിക്കും. അപ്പോൾ അതിനൊക്കെ ഷോർട്ട് കട്ട് കീസൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമുക്ക് തൽക്കാലത്തേക്ക് ഒന്ന് നമ്മൾ ഇൻട്രോ ഒന്ന് ആഡ് ചെയ്യാം. അപ്പോൾ അതിൽ പോയിട്ട് മീഡിയ സോഴ്സ് അതിൽ ഓക്കെ കൊടുത്തിട്ട് നിങ്ങളെ വീഡിയോ എവിടെയാണെന്നുള്ള ലൊക്കേറ്റ് ചെയ്യുക. ഇപ്പോൾ ഡെസ്ക്ടോപ്പിൽ ഇട്ട് വെച്ചോ, കുഴപ്പമില്ല, എവിടെയാണെന്ന് കുഴപ്പമില്ല. ഡെസ്ക്ടോപ്പിൽ പോയി അപ്പോൾ ഡെസ്ക്ടോപ്പിൽ നിങ്ങളെ വീഡിയോ ഉണ്ടാവും. അപ്പോൾ അതെടുക്കുക, ഓപ്പൺ അടിക്കും, ഓക്കെ അടിക്കും. അപ്പോൾ ഓക്കെ കൊടുക്കുക. അപ്പോൾ സീൻ 1 ഇപ്പോൾ ഇവിടുന്ന് ഒന്ന് ക്രോപ്പിലൊന്ന് റീസൈസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സീൻ 1 നിങ്ങളെ ഇൻട്രോ, വേറെ ഒന്നും ഉണ്ടാവില്ലല്ലോ അതിൽ. അപ്പോൾ ഞാൻ സൗണ്ട് കുറച്ച് വെച്ചിട്ടുണ്ട്, ഭയങ്കര സൗണ്ട് ആയിരിക്കും. അപ്പോൾ സീൻ 1 ഇൻട്രോ, വേറൊന്നും ഉണ്ടാവില്ല അതിൽ. അപ്പോൾ ഇൻട്രോ മാത്രമേ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് അടുത്ത് സീൻ 2 പോകാം. അപ്പോൾ അതിവിടെ ആഡ് കൊടുത്തിട്ട് സീൻ 2 ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വരുന്നുണ്ട്. അപ്പോൾ സീൻ 2 ഈ സീനിലാണ് നിങ്ങളെ ഗെയിം പ്ലേ, ഓവർലേ, പിന്നെ നിങ്ങളെ ചാനലിൻ്റെ പേര്, ലോഗോ എല്ലാം വരുന്നത്. അപ്പോൾ ഗെയിം പ്ലേ ഞാനിപ്പോൾ തൽക്കാലത്തേക്ക്, അപ്പോൾ നിങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് എന്താ പറയുക, ഇപ്പം ഞാൻ PUBG ബ്ലൂ സ്റ്റാക്കിൽ കാണിച്ചു തരാം. അപ്പോൾ കുറേ ഏത് ഗെയിം വേണമെങ്കിലും എടുക്കാം, ആ ഈ ഒരു പ്രൊസീജിയർ തന്നെയാണ്, വേറൊന്നുമില്ല. അപ്പോൾ ബ്ലൂ സ്റ്റാക്ക് ഓൺ ആയിരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ടെൻസൺ ഗെയിമിംഗ് ബഡീസിലും ആവും, ഏലായാലും കുഴപ്പമില്ല, ഏലായാലും ഇപ്പോൾ ഇതേ പ്രൊസീജിയർ തന്നെ. PUBG ഒന്ന് തുറന്ന് നോക്കുക. എന്നിട്ട് ഇവിടെ സീൻ 2 ശ്രദ്ധിക്കണം. അപ്പോൾ അത് കൊടുത്തിട്ട് ഇതിൽ ഇപ്പോൾ നമ്മൾ ഗെയിം ക്യാപ്ചറോ വിൻഡോ ക്യാപ്ചറോ ഏതാ ചെയ്യുന്നത് നോക്കാം. ഗെയിം ക്യാപ്ചർ ആകുമ്പോൾ വലിയ ഗെയിം. അപ്പോൾ നമുക്ക് തൽക്കാലത്തേക്ക് വിൻഡോ ക്യാപ്ചർ, ഈ 2 സംഭവം നോക്കിയാൽ മതി. റെക്കോർഡ് ചെയ്യുമ്പോൾ, സ്ട്രീം ചെയ്യുമ്പോൾ ഗെയിം ക്യാപ്ചറും വിൻഡോ ക്യാപ്ചറും. വിൻഡോ ക്യാപ്ചർ എടുത്തിട്ട് ഓക്കെ കൊടുക്കുക. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഉള്ളത് ഇവിടെ വരും. അപ്പോൾ ഓക്കെ കൊടുക്കുക. ഇതിപ്പോൾ എന്താ പറയുക, ഇതിൻ്റെ 4 ഇപ്പോൾ സൈസ് മാറ്റാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ നമ്മളെ എന്താ പറയുക, ബ്ലൂ സ്റ്റാക്കിൽ തന്നെ അവരൊരു ഓപ്ഷൻ തരുന്നുണ്ട്. സെറ്റിങ്സിൽ പോയാൽ സ്ട്രീമിംഗ് മോഡ്. അപ്പോൾ ഇത് എന്നിട്ട് നമുക്ക് മറ്റേത് ബാക്ക്ഗ്രൗണ്ടിൽ അതിപ്പോൾ മിനിമൈസ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതിപ്പോൾ മറ്റേ സീനിൽ തന്നെയാണ് സ്റ്റക്ക് ആയിട്ടില്ല. അപ്പോൾ ഒന്നുകൂടി ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ സ്ട്രീമിംഗ് വിത്ത് ബ്ലൂ സ്റ്റാക്ക് കൊടുക്കും. ഇല്ലെങ്കിൽ ഇതാ ഗെയിം ക്യാപ്ചർ, ഏതായാലും എടുത്താലും കുഴപ്പമില്ല. വിൻഡോ ക്യാപ്ചർ കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ ഓക്കെ കൊടുക്കുക. അപ്പോൾ അങ്ങനെ അപ്പോൾ നോക്കിയിട്ട് വന്നിട്ട് പേടിക്കേണ്ട, കുറേ ഓപ്ഷൻസ് ഉണ്ട് ഇതിൽ. അപ്പോൾ സോഴ്സ് കൊടുക്കുക. ഇനിയിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഗെയിം ക്യാപ്ചർ കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ ഗെയിം ക്യാപ്ചർ തന്നെ കേട്ടോ, ഞാൻ മാറിപ്പോയത്. അതിപ്പോൾ ആ 2 ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ 2 വന്ന് ഇപ്പോൾ ഓപ്പൺ ആയിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഓപ്പൺ ആയിട്ടുള്ള രണ്ട് പ്രോഗ്രാംസും ഇവിടെ വരും.
ഇപ്പോൾ സ്ട്രീമിംഗ് ഗെയിം, അതിപ്പോൾ ഇവിടെ ഇതിൻ്റെ ഹെഡിങ് നോക്കിയാൽ സ്ട്രീമിംഗ് ഗെയിം വിത്ത് ബ്ലൂ സ്റ്റാക്ക്. അപ്പോൾ അത് കൊടുത്തിട്ട് വിൻഡോസ് സ്ട്രീമിംഗ് ഗെയിം വിത്ത് ബ്ലൂ സ്റ്റാക്ക് ഓക്കെ കൊടുക്കും. അതിപ്പോൾ കണ്ടാ വന്നപ്പോൾ ഒരു കുഴപ്പമില്ലാണ്ട് വന്നു. അപ്പോൾ നിന്ന് വലുതാക്കി സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ഓവർലേ ആഡ് ചെയ്യണം എന്ന് വിചാരിച്ചു. അപ്പോൾ ഓവർലേ അതും കൊടുക്കുക. അപ്പോൾ മീഡിയ സോഴ്സ് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ മേലെ നമ്മളിനി എന്താ പറയുക, ആരും വീഡിയോ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നില്ല. അപ്പോൾ ഓക്കെ കൊടുക്കുക, ബ്രൗസ് കൊടുക്കുക. നിങ്ങൾ ഓവർലേ എവിടെയാണെന്നൊന്ന് കണ്ടുപിടിക്കുക. ഒന്ന് ബ്രൗസ് ചെയ്ത് കണ്ടുപിടിക്കണം. കാണിച്ചാൽ ഇതിവിടെ വിസിബിൾ ആയിട്ടില്ല. ഓൾ ഫയൽസ് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ഓവർലേ ഒന്ന് കണ്ടുപിടിക്കുക. എൻ്റെ ഓവർലേ ഇതാണ്. നിങ്ങൾ ഏതെങ്കിലും കണ്ട കുറേ ഓപ്പൺ കൊടുക്കുക. അപ്പോൾ ഇതാ നിങ്ങൾ ഓവർലേ ഇവിടെ വന്ന് ഓക്കെ കൊടുത്തിട്ട് അതും കൂടി ഒന്ന് അലൈൻ ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു കാര്യം കൂടി നിങ്ങളൊന്ന് ഓർക്കണം, ഈ ഗെയിം ക്യാപ്ചർ നിങ്ങളെ ഗെയിം ബേസ് ആയിരിക്കും. ബേസ് എന്ന് പറയുമ്പോൾ ഏറ്റവും ഡൗൺ താഴെ എപ്പോൾ നിങ്ങൾ ഗെയിം ആയിരിക്കണം. അതിൻ്റെ മേലെ എന്തും ഇടാവും, നിങ്ങളുടെ ലോഗോയും ഈ ഓവറിൽ, എന്നാലേ അതൊന്ന് വിസിബിൾ ആവും. അപ്പോൾ അടുത്ത് നമ്മൾ ലോഗോ ഒന്ന് ഇട്ട് കൊടുക്കുക. അത് ഇമേജ് കൊടുത്ത് ഓക്കെ കൊടുത്ത് ബ്രൗസ് ചെയ്ത് ലോഗോ ഒന്ന് കൊടുക്കുക. അപ്പോൾ ലോഗോ ഒന്ന് റീസൈസ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിപ്പോൾ അതിപ്പോൾ ക്രോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യണ്ട, ആൾട്ട് പ്രസ് ചെയ്തിട്ട് ഒന്ന് മേടിക്കുക. അപ്പോൾ ക്രോപ്പ് ആവും. ഇപ്പോൾ ഇതെന്തായാലും ക്രോപ്പ് ചെയ്യണം. അപ്പോൾ അത് നമുക്ക് ക്രോപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആൾട്ട് പ്രസ് ചെയ്തിട്ട് ഒന്ന് ഡ്രാഗ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഒന്ന് ചെറുതാക്കാം. ലോഗോ അവിടെ കൊണ്ടുവെക്കും. അപ്പോൾ നമ്മളെ സീന് 2 സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി സീന് 3 നിങ്ങളിപ്പോൾ ഔട്ട്രോ, അപ്പോൾ നിങ്ങളെ സ്ട്രീമിങ് കഴിഞ്ഞാൽ വരേണ്ടത് പ്ലസ് കൊടുത്തിട്ട് ഓക്കെ കൊടുത്തിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ട് അവിടെ ആഡ് ചെയ്തിട്ട് നിങ്ങളെ മീഡിയ സോഴ്സ് ഒന്ന് കൊടുക്കുക. ഓക്കെ കൊടുക്കുക. നിങ്ങൾ ഔട്ട്രോ ഉണ്ടെങ്കിൽ ഔട്ട്രോ ഒന്ന് എന്താ പറയുക ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ ഔട്ട്രോ ഇല്ല, ഞാൻ തൽക്കാലത്തേക്ക് ഒരു വീഡിയോ എടുത്ത് നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇത് നമ്മുടെ ഇൻട്രോ തന്നെയാണ്. ഓക്കെ കൊടുക്കുക. അപ്പോൾ അത് വന്ന് സെറ്റ് ചെയ്ത് അലൈൻ ചെയ്ത് ഒന്ന് ക്രോപ്പ് ചെയ്ത് റീസൈസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ സംഭവം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ എല്ലാം ആയിട്ടുണ്ട്. ഇപ്പോൾ സീൻ 1, സീൻ 2, സീൻ 3 ഈ ഒരു ഓർഡർ തന്നെ വരണം. സീൻ 1, സീൻ 2, സീൻ 3 ഓർഡർ. അപ്പോൾ നിങ്ങൾക്ക് സീൻ 2 ഇപ്പം നിങ്ങൾ ആഡ് ചെയ്യണം. നിങ്ങൾക്ക് അതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ട് ആഡ് ചെയ്താൽ മതി. ഇപ്പോൾ നമുക്ക് തൽക്കാലത്തേക്ക് ആഡ് ചെയ്യാനൊന്നുമില്ല. തൽക്കാലത്തേക്ക് ഞാനൊരു ഗ്രീൻ സ്ക്രീൻ എഫക്റ്റ് ആഡ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ക്രോമാക്കി അതും എങ്ങനെ ചെയ്യണമെന്ന് കാണിച്ചു തരാം. മീഡിയ സോഴ്സ് കൊടുത്തിട്ട് ഓക്കെ കൊടുത്തിട്ട് ബ്രൗസ് കൊടുത്തിട്ട് വീഡിയോസിൽ പോയിട്ട് ഇവിടെ എവിടെയെങ്കിലും വീഡിയോ ഉണ്ടെങ്കിൽ ഡെസ്ക്ടോപ്പിൽ ഞാനൊരു വീഡിയോ ആഡ് ചെയ്ത് വെച്ചിരുന്നു. നോക്കണോ, അതെ ഒരു ഗ്രീൻ സ്ക്രീൻ എഫക്റ്റ് ഉണ്ട്. ഓക്കെ കൊടുത്തിട്ട് അതിപ്പോൾ ഒന്ന് റൈറ്റ് ക്ലിക്ക് കൊടുത്തിട്ട് ഫിൽറ്റർ കൊടുത്തിട്ട് ആഡ് കൊടുക്കുക. അപ്പോൾ ഇതിലില്ല ആ എഫക്റ്റിൽ. അപ്പോൾ ഇതാ ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം. ഇവിടെ കൊടുത്തിട്ട് റൈറ്റ് ക്ലിക്ക് കൊടുക്കുക നമ്മളെ ആ വീഡിയോൻ്റെ മേലെ. എന്നിട്ട് ഫിൽറ്റർ കൊടുക്കുക, എഫക്റ്റ് ഫിൽറ്റേഴ്സ് അത് കൊടുക്കുക, അതിൽ ആഡ് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ക്രോമാക്കി കൊടുക്കുക. ഓക്കെ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ആ ഗ്രീൻ സ്ക്രീൻ ഒന്ന് പോയി കിട്ടി കണ്ട. കളർ ഇവിടെ മാറ്റി കൊടുക്കുക. ബ്ലൂ, മെജൻഡ, കസ്റ്റം, ഗ്രീൻ കൊടുക്കുക, ക്ലോസ് കൊടുക്കുക. അപ്പോൾ ഞാനൊന്നും കൂടി അത് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. പ്ലേ അതിപ്പോൾ അതാ വരുന്നുണ്ട്. മീഡിയ സോഴ്സ് കൊടുക്കുക. ഇത് കണ്ട, ഇവിടെ. അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെയുള്ളൂ, അത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യേണ്ട, അത് എന്തെല്ലാം കൊടുത്ത് സെറ്റാക്കിയിട്ട് ഒന്ന് അലൈൻ ചെയ്ത് വെക്കുക. പുറത്തുനിന്ന് വീക്ക് കൊടുത്താൽ നിങ്ങളുടെ ആ റെഡ് വരെയൊന്ന് പോയി കിട്ടും. അതാ സബ്സ്ക്രൈബിൻ്റെ സംഭവം വരുന്നുണ്ടോ, വേറൊന്നുമില്ല. അപ്പോൾ സ്ട്രീമിങ് ചെയ്യാൻ വേണ്ടി സെറ്റിങ്സ് പോവാം. സ്ട്രീമിങ് ചെയ്യാനാണെങ്കിൽ അപ്പോൾ സ്ട്രീം എടുക്കുക. അപ്പോൾ നിങ്ങളിവിടെ നിങ്ങളെ യൂട്യൂബിൻ്റെ, അപ്പോൾ അതിന് മുമ്പ് ഇതാ സ്ട്രീമിംഗ് സർവീസ് കൊടുക്കുക. അപ്പോൾ ഇവിടെ കസ്റ്റം അല്ല സർവീസ് യൂട്യൂബ് കൊടുക്കുക. ട്വിച്ച് ആണെങ്കിൽ ട്വിച്ച്, യൂട്യൂബ് കൊടുക്കുക യൂട്യൂബ്. എന്നിട്ട് നിങ്ങൾ എന്താ പറയുക ബ്രൗസർ എടുത്തിട്ട് യൂട്യൂബ് പോവുക.
അപ്പോൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. തൽക്കാലത്തേക്ക് ഒന്നും കൂടി ആദ്യം കാണിക്കാം. നിങ്ങളെ ചാനലൊന്ന് തുറക്കുക. ക്രിയേറ്റർ സ്റ്റുഡിയോയിൽ പോവുക. അതിൽ ലൈവ് എടുക്കുക, ലൈവ് സ്ട്രീമിങ്. അപ്പോൾ ഞാൻ ടെസ്റ്റ് പോലെ ഒരു സ്ട്രീമിങ് ചെയ്ത് നോക്കി, കുഴപ്പമില്ലാത്ത രീതിക്ക് വരുന്നുണ്ട്. പിന്നെ സ്ട്രീമിങ്ങിൻ്റെ സൈസ് ഞാൻ പറഞ്ഞുതരാം. ഒരു 30 ഇഞ്ചിൻ്റെ സ്ട്രീമിങ്ങിന് 800 MB. ഓക്കെ, അന്ന് നിങ്ങളൊന്ന് ഓർമ്മിച്ച് വെച്ചാൽ 1080p സ്ട്രീമിങ്ങിന് ബിറ്റ് റേറ്റ് 2500 MB/s ബിറ്റ് റേറ്റിൽ അരമണിക്കൂർ സ്ട്രീമിങ്ങിന് 800 MB. ഞാൻ 15 മിനിറ്റ് ചെയ്തിട്ടുള്ളൂ, 400 MB. അപ്പോൾ അതിൻ്റെ 30 മിനിറ്റ് ഞാൻ ഏകദേശം ഒന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ലൈവ് സ്ട്രീമിങ് എടുക്കുക. അപ്പോൾ അതിലൊന്ന് താഴെ വന്നിട്ട് ഇവിടെ നിങ്ങളെ സ്ട്രീം കീ ഉണ്ടാവും. ഈ സ്ട്രീം കീ ആർക്കും ഷെയർ ചെയ്യാൻ പാടില്ല. കാരണം ഇത് എന്താ പറയുക, ഈ കീ ഉണ്ടെങ്കിൽ ആർക്കും വേണ്ടിക്കും നിങ്ങളെ ചാനലിൽ വന്നിട്ട് സ്ട്രീം ചെയ്തിട്ട് പോകാം. നിങ്ങൾ അറിയും പോലില്ല. അപ്പോൾ നിങ്ങളിതൊന്ന് റിവീൽ ചെയ്താൽ തന്നെ കാണാൻ പറ്റും നിങ്ങളെ സ്ട്രീം കീ. അപ്പോൾ അതൊന്ന് കോപ്പി ചെയ്യുക. ഞാൻ റിവീൽ ചെയ്യാൻ നിൽക്കുന്നില്ല. കോപ്പി ചെയ്യുക, നിങ്ങളുടെ സ്ട്രീം കീ ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ, വേറുന്നില്ല. എന്നിട്ട് ഓക്കെ കൊടുത്താൽ മതി. അപ്പോൾ സംഭവം എല്ലാം സെറ്റായിട്ടുണ്ട്. ഇതിൽ നിങ്ങൾ സ്റ്റാർട്ട് സ്ട്രീമിങ് കൊടുത്തിട്ട് സീൻ 1 മൗസ് കോഴ്സർ അവിടെ തന്നെ വെക്കുക. അപ്പോൾ നമ്മൾ ഇൻട്രോ തീരാനാകുമ്പോൾ സീൻ 2ലേക്ക് മാറും. അപ്പോൾ നിങ്ങളെ ഇതോടെ നമ്മൾ ഓവർലേ എല്ലാം പ്ലേ ആകാൻ തുടങ്ങിയിട്ടുണ്ട്. സംഭവം കഴിഞ്ഞ്. അപ്പോൾ അടുത്ത നിങ്ങൾ സീൻ 3ലേക്ക് പോവുക. നിങ്ങൾ സ്ട്രീമിങ് കഴിഞ്ഞാട്. അപ്പോൾ നമ്മളെ സ്ട്രീമിങ് കഴിഞ്ഞുള്ള ഒരു ഔട്ട്രോ. വേറൊന്നുമില്ല. അപ്പോൾ സംഭവം കഴിഞ്ഞ്, വേറൊന്നുമില്ല. പിന്നെ സെറ്റിങ്സിൽ നിങ്ങൾക്ക് ആൾക്കൊന്ന് തിരിയും. നിങ്ങൾ സ്ട്രീമിങ്ങിൻ്റെ ഔട്ട്പുട്ട് ഇപ്പോൾ ബിറ്റ് റേറ്റ് ഒക്കെ ഒന്ന് കുറച്ച് കൊടുക്കുക. ഇപ്പോൾ ബിറ്റ് റേറ്റ് അതൊക്കെ ഒന്ന് കുറച്ച്, ഓഡിയോൻ്റെ ബിറ്റ് റേറ്റ്, സോഫ്റ്റ്വെയർ എൻകോഡർ സോഫ്റ്റ്വെയർ കൊടുക്കും കേട്ടോ. അപ്പോൾ എന്താ പറയുക, കുറച്ചും കൂടി വീഡിയോൻ്റെ സൈസ് കുറയും. ഹാർഡ്വെയർ ആകുമ്പോൾ ഹാർഡ്വെയറിൻ്റെ ആ ഒരു പെർഫോമൻസ് അനുസരിച്ചിട്ട് പോകും. സോഫ്റ്റ്വെയർ ആകുമ്പോൾ അൺലിമിറ്റഡ് ആണ്. അപ്പോൾ എത്രയുണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എന്തായാലും ഹാർഡ്വെയറിനെക്കാളും നല്ലത് സോഫ്റ്റ്വെയർ ആട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് സോഫ്റ്റ്വെയർ കൊടുത്ത എൻകോഡർ. ഓക്കെ, അപ്പോൾ വേറെ ഒന്നുമില്ല. ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. നിങ്ങൾ കമൻറ്റ് ഇട്ടോ, ഞാൻ എന്തായാലും ഒന്ന് നോക്കിയിട്ട് ശരിയാക്കി തരാം. അപ്പോൾ ഗൈസ്, നമുക്ക് തൽക്കാലത്തേക്ക് ഈ സ്ട്രീമിങ് ഇവിടെ നിർത്താം. സ്ട്രീമിംഗ് അല്ല, ഇതൊരു ട്യൂട്ടോറിയലായിട്ട് കണ്ടാൽ മതി. അപ്പോൾ PUBG ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ ഗെയിം ഓണാക്കി വെക്കണം കേട്ടോ. അത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല. പിന്നെ ഏത് ഗെയിം ആയാലും ഇതുപോലെ ഓണാക്കി വെച്ചാൽ മതി. അപ്പോൾ വിൻഡോ മോഡിൽ ഇട്ട് വെച്ചാൽ മതി, വേറൊന്നുമില്ല. അപ്പോൾ ഗൈസ്, ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്.